ഈ പാവത്തിനകത്തൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചെയ്യണം. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കൽ പേലയുണ്ട്, കാലി തൊട്ട് വീഴുക, അമന്ന് വീഴുക, അതല്ലേ നടക്കുന്ന. ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5ഉം 6ഉം പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലും നക്കി നാക്കിൽ വയ്ക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട്. അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിൻ്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി, അവിടെയും കയറിയില്ല. ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി, അരൂരിൽ മാതാവിൻ്റെ പള്ളി, ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചു മക്കളെ, ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, അമ്മമാരെ, വൃദ്ധരെ കൊന്നൊടുങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചൊരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളിയെ കൊടുത്തെന്ന് പറഞ്ഞത്. നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇൻകം ടാക്സുകാരൻ വീട്ടിൽ വരും. ചെമ്പിനകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാ. സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം. നമ്മൾ സ്വർണ്ണ, ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ, രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ. ഒന്ന് MG രാമചന്ദ്രൻ, വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ. അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ NT രാമറാവു, തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ. ഇവർ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് MG രാമചന്ദ്രൻ്റെ കിഡ്നി അടിച്ചു പോയെന്നാണ് പറയുന്നത്. കാരണം ഇത് വയറ്റിന് ചേർന്ന സാധനമല്ല. അങ്ങനെ കിഡ്നി അടിച്ചു പോകാനാണെന്ന് അറിയില്ല. ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു. പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും. ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ പിന്നെയും പിടിച്ച് ചെയ്യാം. ഈ കിരീടത്തിൽ ചെയ്തുള്ള പരിപാടിയാണെങ്കിൽ, ഇപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത്, കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത്, തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു, ബാക്കി ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് 4 പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 പവനിൽ നിന്ന് തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത്. അതിനാണ് നമ്മൾ പറയുന്നത്, ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, കോപ്പർ ഔട്ട് എന്ന് പറയും. അതായത് ചെമ്പ് പുറത്ത്, കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതാണ് ഇതൊക്കെ. ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല, എന്താണ് ചെയ്യുന്നത്? ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുന്നു അവരൊരാളാന്ന് പറയും, പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും, ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും, നായന്മാരത്ത് ചെല്ലുമ്പോൾ നായരാന്ന് പറയും, ഈഴവരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാന്ന് പറയും. ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും. വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നാണ്. ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ കേൾക്കാം. ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്തിനാ തിരഞ്ഞെടുത്ത് വിട്ടത്? അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാം. കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും. ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഇവിടെ 18 സീറ്റ് കിട്ടിയത്. ഇവിടെ 18 സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ കക്ഷിയാകുമ്പോൾ, വലിയ ഒറ്റ കക്ഷിയാകുന്ന കുറയ്ക്കണ്ട, LDFന് കൊടുക്കാനേക്കാൾ അവിടെ കൂടെ രണ്ടുപേരും എന്തായാലും BJPക്ക് എതിരാ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ, ഇയാളെ കൂടെ നിൽക്കും. ഇയാള് അവിടെ വെച്ച് ഇയാള് പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും. ആര് രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ, പിടിച്ചു കെട്ടിയില്ല.